അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൃദയ രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തെ നമ്മൾ തിരിച്ചറിയണം. ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയുന്നതും ദൈവം നമുക്ക് വേണ്ടി എല്ലാം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നൊരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. വിശുദ്ധ പൗലോസ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തില് 14-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വചനത്തിൽ അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവിഴ്ന്നു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. ഒരു കൂട്ടായ്മയുടെ നടുവിൽ പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹൃദയ രഹസ്യങ്ങൾ അറിയും. ദൈവം നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ കുറവുകളെ മുഴുവനും നമ്മളിൽ നിന്ന് തുടച്ചു നീക്കും. നമ്മുടെ മുമ്പിലുള്ള വഴികളെല്ലാം ദൈവം തുറന്നു തരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ബാക്കിയെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് തരുമെന്ന് പറയുമ്പോൾ, നമ്മൾ കർത്താവിനെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് നമുക്കുള്ളതെല്ലാം വെളിപ്പെടുത്തി തരും. ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ അറിയുന്ന നമ്മുടെ കർത്താവ് മറ്റാർക്കും അറിയാത്ത കാര്യങ്ങൾ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തരും. കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. കർത്താവിന്റെ കൂടെ നമ്മൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളെ മൊത്തമായി നമ്മുടെ ജീവിതത്തെ തുറന്നു വയ്ക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. എന്തിനാ കർത്താവ് ഹൃദയ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തി പറയുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത്? നമ്മൾ കർത്താവിൻ്റെ മകനും മകളുമായി പോകണം. ഞാൻ നിന്നെ അറിയുന്ന ദൈവമാണ്. ഞാൻ നിന്റെ നടപ്പ് കാണുന്ന ദൈവമാണ്. ഞാൻ നിന്റെ പ്രവൃത്തി കാണുന്ന ദൈവമാണ്. ഞാൻ നിന്റെ മനസ്സ് കാണുന്ന ദൈവമാണ്. എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അറിയുന്നൊരു ദൈവം. ഞാൻ കിടക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, ഞാൻ നടക്കുമ്പോൾ, നീ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ കൂടെയുള്ള ഒരു കർത്താവ്. ആത്മീയ വരമുള്ളവരുടെ നടുവിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയെ നമുക്ക് കാണാൻ കഴിയും. കാരണം ദൈവം എല്ലാം അറിയുന്ന ദൈവമാണ്. അറിയാത്തൊരു ദൈവത്തെ അല്ല വിളിക്കേണ്ടത്. കണ്ണുണ്ടായിട്ടും കാണാത്തൊരു ദൈവത്തെയോ, കാതുണ്ടായിട്ടൊരു കേൾക്കാത്ത ദൈവത്തെയോ, കൈയുണ്ടായിട്ടും നമുക്കൊരു ഫലവോ പ്രയോജനവും ഇല്ലാതെ ആയിരിക്കുന്ന ഒരു ദൈവത്തെയല്ല, കാലുണ്ടായിട്ട് നടക്കാത്തവനല്ല, പ്രവർത്തിക്കുന്നൊരു ദൈവം, ജീവിക്കുന്നൊരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. അവനെ നമ്മൾ തിരിച്ചറിയണം. അവന്റെ പേരാ യേശു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയോ അവിടെ മധ്യേ ഞാനുണ്ട്. മധ്യേ ഉള്ള ദൈവം ഹൃദയ രഹസ്യങ്ങൾ അറിയുന്ന ദൈവമാണ്. അവനെ ഒന്നും നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയില്ല. എല്ലാം അവന്റെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്നതാണ്. മനുഷ്യന്റെ മുമ്പിൽ നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയും. അനനിയാസും സബീറയും സ്വത്ത് വിറ്റ് അവർ 2 പേരെ അറിവോടുകൂടെ മാറ്റിവെച്ച് അപ്പസ്തോലനായ പത്രോസിനെ മറച്ചു വെച്ചു. ആത്മനിറവിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസ് അവരടുത്തു വന്നപ്പം ചോദിച്ചു, നീ എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിനെ, കർത്താവിനെ മറച്ചു വെച്ചത്?
അവർ പറഞ്ഞില്ലെങ്കിലും പറയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അവർ ചെയ്തില്ലെങ്കിലും ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അവനെ നമ്മൾ കണ്ട് നമ്മുടെ ജീവിതങ്ങൾ തുറന്നു കൊടുത്ത് എൻ്റെ ഭവനത്തിലേക്ക് അവൻ്റെ സാന്നിധ്യം കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് കഴിയുമെങ്കിൽ അവൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കും. ഒരു നിമിഷം ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ നിന്നോട് കൂടെ ആയിരിക്കാൻ തക്കവണ്ണം നീ ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും നിന്റെ ശക്തി പകരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.